പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം 3 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നാണ് കരുതുന്നത്? സൈഫുദ്ദീൻ അമൃത, ഞാൻ നിൽക്കുന്നത് ഈ അപകട സ്ഥലത്താണ്. ഈ കൊടുമ്പ് കല്ലിങ്ങൽ, അതായത് ചിറ്റൂരിൽ നിന്ന് പാലക്കാട് വരുന്ന റൂട്ടിലാണ് അപകടം. ഈ വാഹനം ഈ വേഗത ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പന്നി കുറുകെ ചാടുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് രക്ഷപ്പെട്ടവർ പറയുന്നത്. ഈ മരത്തിലിടിച്ച് പാടത്തേക്ക് ഈ മറിഞ്ഞാണ് അപകടം ഉണ്ടാകുന്നത്. പാലക്കാട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന രോഹൻ രഞ്ജിത്ത് 24 വയസ്സ്, രോഹൻ സന്തോഷ് 22 വയസ്സ്, സനൂജ് 19 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഈ കാർ ഓടിച്ചിരുന്ന ആദിത്യൻ രക്ഷപ്പെട്ടു. ഇത് കൂടാതെ ഋഷി എന്ന 24-കാരനും ജിതിനും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പാടത്തേക്ക് മരത്തിലിടിച്ച് പാടത്തുകൂടെ നീങ്ങിപ്പോയി കാറ് ഇവിടെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഈ തൊട്ടടുത്ത് തന്നെയാണ് വാർഡ് മെമ്പർ ചാത്തുണ്ണി താമസിച്ചിരുന്ന അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ 10:50-നാണ് അപകടം ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ ശബ്ദം കേട്ടാണ് പുറത്തു വരുന്നത്? ശബ്ദം കേട്ടാണ് ഓടി വരുമ്പോഴാണ് ഇവിടെ കിടന്ന് ആളുകൾ അതിനുള്ളിൽ പടയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. നാട്ടുകാരും ബ്ലോക്ക് ചെയ്ത് നാട്ടുകാരും കൂട്ടി അവർ വന്ന് എല്ലാം എടുത്ത് അപ്പം തന്നെ 3 ആൾ അപ്പം തന്നെ മരിച്ചിരുന്നു. ബാക്കിയുള്ളവരെ കാറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ 3 ആളുകൾ മരിച്ചത്. ബാക്കി 3 പേര് അവർ ജീവനുണ്ടായിരുന്നു. അവരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് കെട്ടിക്കൊണ്ടുപോയി. ഈ ബാക്കി പരിക്കേറ്റ ആളുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അത് എനിക്കറിയാം. ഞാൻ അതിൻ്റെ അവരൊക്കെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നാണ് നമ്മുടെ ദൗത്യം. അത് നമ്മൾ ചെയ്തു. ഈ കാട്ടുപന്നി ശല്യം പറയുന്നുണ്ട്, അത് വലിയ തോതിലുണ്ട്. ഇവിടെ പഞ്ചായത്തിനകത്തും ഇവിടെ വലിയ ശല്യമാണ്. കാരണം റോഡ് ക്രോസ് ചെയ്ത് വരും. ഈ 2 വീലറൊക്കെ രാത്രി പോകുമ്പോൾ പിന്നെ പന്നി ക്രോസ് ചെയ്ത് ചാടിയിട്ട് എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ ഈ ബെൻഡൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നേരത്തെ പല പ്രാവശ്യം പരാതി കൊടുത്താണ്. ഇതൊരു ബെൻഡ് ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആക്സിഡന്റ് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ കാട്ടുപന്നി കുറുകെ ചാടിയുന്ന വാഹനത്തിലുള്ള ആളുകൾ തന്നെ രക്ഷപ്പെട്ട ആളുകൾ അവരെ പറഞ്ഞത് അല്ല, ഞങ്ങളിപ്പോൾ ഓടി വന്നിട്ടാണല്ലോ ഇത് കാണുന്നത്. അവരാണ് പറഞ്ഞത് പന്നി ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവിടെ തന്നെ വണ്ടി ബാലൻസ് തെറ്റിയിട്ടാണ് മരത്തിലിടിച്ച് കൊടുമ്പിൽ നിന്ന് വന്ന വണ്ടി കൊടുമ്പിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കാം. നേരെ തിരിഞ്ഞു നിന്നു വണ്ടി അടിച്ച് തിരിഞ്ഞു നിന്നു. സൈഫുദ്ദീൻ അമൃത, ഈ 2 ഭാഗത്തും വയലാണ്. ഈ വയലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് റോഡ് വലിയ വീതിയുള്ള റോഡൊന്നുമല്ല. ഇങ്ങോട്ട് ഈ പന്നികൾ കുറുകെ പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായി പറയുന്നത്. നേരത്തെയും ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ വയലിൽ ഈ ഏത് ചിറ്റൂർ ദിശയിലേക്ക് തന്നെ, ആ ദിശയിൽ നിന്നാണ് വാഹനം വന്നത്, ആ ദിശയിലേക്ക് തന്നെ വാഹനം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. എന്തായാലും 3 പേരാണ് രക്ഷപ്പെട്ടത്. ഇവർക്ക് ഈ 2 പേർക്ക് ഈ സാരമായ പരിക്കുണ്ട്. ഒരാൾക്ക് ഡ്രൈവർക്ക് അത്ര സാരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന ആദിത്യൻ ആണ് ഉള്ളത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കില്ല എന്നുള്ള ആശ്വാസകരമാണ്. എന്തായാലും മൃതദേഹം ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ആളുകൾക്ക് വിട്ടു നൽകുമെന്നാണ് പറയുന്നത്. ഈ